അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ലി ജുസ് 1 പേജ് 42. വയജിബുൽ ഇസ്തിൻജാവു, മനോഹരം ചെയ്യൽ നിർബന്ധമാകും. ഇസാലത്തിൽ നജാസത്തി, കാഷ്ടമൂത്രമാകുന്ന നജസിനെ നീക്കാൻ വേണ്ടി മനോഹരിക്കൽ നിർബന്ധമാണ്. ഈ മായിൻ, വെള്ളം കൊണ്ട് മനോഹരിക്കൽ നിർബന്ധമാണ്. അസ്ലി, അസിൻ്റെ മേലെ അസ്ല് വെള്ളമാണ്. പിന്നെ കല്ല് എന്നുള്ളത് അസ്ലല്ല, അത് റൊഹ്സയാണ്. അപ്പോൾ അസ്ലായിട്ട് വെള്ളം ഹജിരനെങ്കിൽ പിന്നെ റൊഹ്സയായിട്ട് കല്ലുകൊണ്ടും മനോഹരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ കല്ലുകൊണ്ട്. എന്താ കല്ല് മതി എന്നറിയാൻ കാരണം ലിഅന്നഷാരിയ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്ന ഷറൈനെ കൊണ്ടുവന്നതായിരിക്കുന്ന ആൾ, അഥവാ ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാകുന്നത് ജവ്വസുൽ ഇസ്തിൻജാ ബിഹി, കല്ലുകൊണ്ട് മനോഹരിക്കലിനെ ജായിസാക്കിയിട്ടുണ്ട്. എവിടെ ജായിസാക്കിയത്? ജായിസാക്കി അറിയാൻ കാരണം എന്താ? ഹൈസു ഫഅലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൊണ്ട് മനോഹരിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യത്തിന് ചെയ്തതിന് വേണ്ടി. കമാ റവാഹു, അങ്ങനെ തങ്ങൾ കല്ലുകൊണ്ട് മനോഹരിക്കാൻ തന്നെ ചെയ്തു എന്നതിന് ബുഖാരിമാൻ റിപ്പോർട്ട് ചെയ്ത പോലെ. അപ്പോൾ അമറ ബിഫീലി, അപ്പോൾ തങ്ങൾ ചെയ്തിട്ടുണ്ട് തന്നെയുമല്ല, അമറ തങ്ങൾ കൽപ്പിച്ചിട്ടുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫീലി, അങ്ങനെ കല്ലുകൊണ്ട് മനോഹരിക്കലിനെ പ്രവർത്തിക്കലുകൊണ്ട് കൽപ്പിച്ചിട്ടുമുണ്ട്. എങ്ങനെ എവിടെ കൽപ്പിച്ചത്? ഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കൊണ്ട് കൽപ്പിച്ചു. ഫീമ, എവിടെ വാക്കുകൊണ്ട് കൽപ്പിച്ചു? ഫീമ, ഒന്നിലുള്ള വാക്കുകൊണ്ട്. അങ്ങനത്തെ ഒന്നാണ് റവാഹു അന്ന് റിവായത്ത് ചെയ്തു. ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫിയം റിവായത്ത് ചെയ്തായിരിക്കുന്ന ഒന്നിലുള്ള വാക്കുകൊണ്ട്, ഒരു ഹദീസുള്ള വാക്കുകൊണ്ട് കൽപ്പിച്ചു. എന്താ വാക്ക്? വല്യസ്തഞ്ചി ബിസലാസ്തി അഹ്ജാരിൻ എന്ന വാക്കുകൊണ്ട്. വല്യസ്തഞ്ചി, അവൻ മനോഹരിക്കട്ടെ, ബിസലാസ്തി അഹ്ജാരിൻ, 3 കല്ലുകളെ കൊണ്ട് മനോഹരിക്കട്ടെ എന്ന വാക്കുകൊണ്ട്. എങ്ങനത്തെ വാക്കാണ്? അൽ മുവാഫിഖിനഹു, ആ വാക്കിനോട് യോജിക്കുന്നതായ. എന്ത് യോജിക്കുന്നു? ഒന്ന് യോജിക്കുന്നു. അങ്ങനത്തെ ഒന്നാണ് റവാഹു എന്നതിന് റിവായത്ത് ചെയ്തു മുസ്ലിമുൻ വഗൈറുഹു, മുസ്ലിമും റളിയല്ലാഹു അൻഹു വഗൈറുഹു റിവായത്ത് ചെയ്തായിരിക്കുന്ന ഒന്ന് യോജിക്കുന്നു. ആ റിവായത്ത് ചെയ്ത ഒന്ന് എന്തിനാൽ? മിൻ നഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇസ്തിൻജാഇ ബി അഖല്ല മിൻ 3 അഹ്ജാർ. മിൻ നഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ്വല്ലാസ്ങ്ങൾ വിരോധിച്ചു എന്നതിനാൽ. എന്തിനെ തൊട്ട് വിരോധിച്ചു? അനിൽ ഇസ്തിൻജാഇ, മനോഹരിക്കലിനെ തൊട്ട് വിരോധിച്ചു. ബി അഖല്ല മിൻ 3 അഹ്ജാരിൻ, 3 കല്ലുകളേക്കാൾ കുറഞ്ഞതുകൊണ്ട് മനോഹരിക്കലിനെ തൊട്ട് വിരോധിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയപ്പം എന്തായി? ഇപ്പം മൊത്തത്തിൽ അപ്പോൾ അസ്ല് പ്രകാരം വെള്ളവും പിന്നെ ഹജറിൻ്റെ ഷർത്തും ഇതിലൊക്കെ പറഞ്ഞില്ല. ആ പ്രകാരം ഇപ്പം എന്തായി? ഫക്കാനിൽ വാജിബു, ആ മനോഹരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ച് മനോഹരിക്കാൻ എടുക്കേണ്ട സാധനങ്ങളുടെ വാജിബായി. എന്തായി? വാഹിദൻ മിനൽ മായി വൽ ഹജരി, മാവ് ഹജറിന് ഏതെങ്കിലും ഒന്നായി. ഒന്നുകിൽ മാവ് അല്ലെങ്കിൽ ഹജർ. അത് മാവില്ലെങ്കിലേ ഹജർ, അങ്ങനത്തെ ഒന്നുമില്ല. മാവുള്ളപ്പോഴും ഹജർ പറ്റും, ഹജറുള്ളപ്പോൾ മാവും പറ്റുന്ന മാതിരി. ഏതെങ്കിലും ഒന്നേ നിർബന്ധമുള്ളൂ എങ്കിലും വജം ഉഹ്മ അഫ്ദലു, വെള്ളത്തിനെയും കല്ലിനെയും രണ്ടിനെയും കൂടി ഒരുമിച്ച് കൂട്ടലാകുന്നു. ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ സൂറത്ത് എങ്ങനെ? യുഖദ്ദിമൽ ഹജറ, കല്ലിനാദ്യം മുന്തിക്കുക, എന്നിട്ട് പിന്നെ വെള്ളം. അല്ലാതെ ആദ്യം വെള്ളം കൊണ്ട് മേടിച്ചിട്ട് പിന്നെ കല്ലല്ല, കുറച്ച് ആദ്യം കല്ല് പിന്നെ വെള്ളം. എങ്ങനെ ജമ്മ് ചെയ്യലാകുന്നത്? അഫ്ദലു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മിനൽ ഇഖ്തിസാരി അലാ അഹദിഹിമാ, കല്ല് വെള്ളത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ മേൽ ചുരുക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം കല്ല് പിന്നെ വെള്ളം, അങ്ങനെ രണ്ടും ഒരുമിച്ച് കൂട്ടലാണ്. വൽ ഇഖ്തിസാറു അലൽ മായി, എന്നാൽ ഏതോ ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ മേൽ ചുരുക്കലാകുന്നത് അഫ്ദലു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മിനൽ ഇഖ്തിസാരി അൽ ഹജരി, കല്ലിൻ്റെ മേൽ ചുരുക്കുന്നതിനേക്കാൾ. എന്താ വെള്ളത്തിന് കല്ലിനേക്കാൾ ശ്രേഷ്ഠം ഉണ്ടാകാൻ കാരണം? ലിഅന്നഹു, കാരണം വെള്ളം കൊണ്ട് മനോഹരിക്കലാകുന്നത്, വെള്ളമാകുന്നത് യുസീലുൽ ഐന വൽ അസറ, അത് നജസിൻ്റെ തടിനെയും നജസിൻ്റെ സ്മെല്ല് പോലത്തെ അതിൻ്റെ പശ പോലത്തെ എല്ലാ അസറിനെയും നീക്കി കളയുന്നുണ്ട് വെള്ളം. അതിനുള്ള പവർ ഉണ്ടാവും. അസാന്ത് ബി ഖിലാഫിൽ ഹജരി, കല്ലിനെതിരായിട്ട്. കല്ലിന് അയിനെ നീക്കാൻ കഴിയുന്നല്ലാതെ അസറിനൊന്നും ശരിക്കും നീക്കാൻ കഴിയില്ല. വഫീ മാനൽ ഹജരിൽ വാരിദി, ഇപ്പം ഹദീസിൽ കല്ല് മതി എന്ന് വന്നിട്ടുണ്ട്. ആ വന്ന കല്ലിൻ്റെ മാനയിൽ തന്നെയാണ് കുല്ലു ജാമിദിൻ ത്വാഹിരിൻ ഖാരിൻ ഗൈരി മുഹ്തറമിൻ, കുല്ലു ജാമിദിൻ, എല്ലാ ഉറച്ച സാധനവും, അങ്ങനത്തെ ഉറച്ചതാണ് ത്വാഹിരിൻ, ശുദ്ധിയുള്ളതായ. പിന്നെങ്ങനത്തെ ജാമിദാണ് ഖാരിൻ, നജസിനെ വലിച്ചെടുക്കുന്നതുമായ. പിന്നെങ്ങനത്തെ ജാമിദാണ് ഗൈരി മുഹ്തറമിൻ, ആദരിക്കപ്പെടാത്തതുമായ.
പാതിരിക്കപ്പെടാത്ത നജസിനെ വലിച്ചെടുക്കുന്ന ത്വാഹിറായ ജാമിദിൻ്റെ ഉദാഹരണം ആകുന്നത് കൽ ഹസ്ബി മരക്കഷ്ണം പോലെയാണ്, ഉണങ്ങിയ മരക്കഷ്ണം. വൽ ഹസ്ബി ഓട് പോലെയുമാണ്. വൽ ഹഷീഷി വൈക്കോൽ പുല്ല് പോലെയുമാണ്. ഫയുജിയോ, അപ്പോൾ ഇതൊക്കെ കല്ലിൻ്റെ മാനയിലാണ് എന്ന് വെക്കുമ്പോൾ ഫയുജിയോ മതിയാകും. അൽ ഇസ്തിൻജാവോ മനോരിക്കൽ മതിയാകും. ബി പറയപ്പെട്ടതായിരിക്കുന്ന മരക്കഷ്ണം, ഓട്ടും കഷ്ണം, ഉണക്കപ്പുല്ല് തുടങ്ങിയ വസ്തുക്കളെ കൊണ്ടൊക്കെ മനോരിച്ചാൽ മതി. ടിഷ്യൂ ഒക്കെ മതി. വഹത്തറസ എന്നാ മുസന്നിഫ് റഹിമഹുള്ള സൂക്ഷിച്ചു ബിൽ ജാമിദി, ജാമിദ് കൊണ്ട് സൂക്ഷിച്ചു. ഉല്ലു ജാമിദ് എന്ന് പറഞ്ഞല്ലോ. അല്ലതി എങ്ങനത്തെ ജാമിദാണ്? സാദുഹു ആ ജാമിദിനെ നബി റളിയല്ലാഹു അൻഹു ഏറ്റിയതാണ്. അൽ മുഹറരി മുഹറൽ എന്തുണ്ടായിരുന്നുള്ളൂ? വഫീ മാനൽ ഹജരി കുല്ലു ത്വാഹിരിൻ ഖാലിൻ ഗൈരി മുഹ്തറം എന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ മുസ്ലിം കൂട്ടിക്കൊടുത്താണ് ഈ ജാമിദ്. ആ ജാമിദ് കൊണ്ട് എന്നെ കൂട്ടിക്കൊടുക്കലുകൊണ്ട് മുസ്ലിം സൂക്ഷിച്ചു. എന്തിനെ തൊട്ട് സൂക്ഷിച്ചു? അമ്മായിൽ വറദിവനവിഹി, പനനീർ വെള്ളത്തിനെ തൊട്ടും അതുപോലത്തിനെ തൊട്ടൊക്കെ സൂക്ഷിച്ചു. കാരണം അതൊന്നും ഉണ്ടാവില്ല, നഴ്സിനെ വലിച്ചെടുക്കൂലല്ലോ. കമാ ഖാലഹു ഫി ദഖായിഖി. അപ്പോൾ ഈ ജാമിദ് എന്നുള്ള കൈത് കൂട്ടിക്കൊടുത്തത് പന്നീർ വെള്ളം പോലത്തേനെ പുറത്താക്കാൻ വേണ്ടിയാണ് എന്നതിനെ ദഖായിഖ് എന്ന കിതാബിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അബിത്താഹിരി എന്ന മുസ്ലിമിൻ്റെ ഒരു കൈത് കൊടുത്തല്ലോ, താഹിറാകണമെന്ന്. ആ താഹിർ എന്നുകൊണ്ട് മുസ്ലിം സൂക്ഷിച്ചു. അയിൻ നജസി നജസിനെ തൊട്ട് സൂക്ഷിച്ചു. അപ്പം മുഹ്തറമല്ലാത്ത നജസിനെ വലിച്ചെടുക്കുന്ന താഹിറല്ലാത്ത ജാമിദിൻ്റെ ഉദാഹരണം ഇതുപോലെ കൽബാരി, ഉണക്ക കാഷ്ടം പോലെ, പശുവിൻ്റെ കോയിൻ്റെ ഒക്കെ കാട്ടങ്ങൾ ഉണ്ടാകില്ല. അത് നജസിനെ വലിച്ചൊക്കെ എടുക്കും, ആദരവുമില്ല ഒക്കെ ഉണ്ട്. പക്ഷേ താഹിറായിട്ടില്ല, കൊണ്ട് പറ്റൂല. വബിൽ ഖാലി, പിന്നെ മുസ്ലിം ഒരു കൈത് കൊടുത്തല്ലോ വലിച്ചെടുക്കണം നജസിനെന്ന്. അതുകൊണ്ട് മുസ്ലിം സൂക്ഷിച്ചു. അൻ ഖൈരിഹി, വലിച്ചെടുക്കാത്തിന് ഉദാഹരണം കൽ ഖസബിൽ അംലസി, മിനുസമുള്ളതായിരിക്കുന്ന മുളക്കഷ്ണം പോലെ, നമ്മൾ ടൈൽസിൻ്റെ ഒക്കെ കഷ്ണം പോലെ ഉണ്ടാകുമല്ലോ, അത് വലിച്ചെടുക്കൂല, അത് പറ്റില്ല. അബി ഹൈരി മുഹത്തരം പിന്നെ അവസാനം ഒരു കൈതൊടുത്തല്ലോ എന്തെന്ന് ആദരിക്കപ്പെടാത്തതാകണമെന്ന്. അതുകൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു. അൻഹു ആദരിക്കപ്പെടുന്നതിനെ തൊട്ട് സൂക്ഷിച്ചു. അങ്ങനെ ആദരിക്കപ്പെടുന്ന ഖാലിയായ താഹിറായ ജാമിദിന് ഉദാഹരണം ഇതുപോലെ കൽ മത്തൂമി, ഭക്ഷണം പോലെ, പുട്ട്, കേക്ക്, എന്തൊക്കെ നഴ്സിനൊക്കെ വലിച്ചെടുക്കൂ, അത് താഹിറുമാണ്, ജാമിദും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് മുഹത്തറമായി ചെയ്യാൻ പറ്റില്ല. ഫഫി സുഹീനി, കാരണം സുഹീ ബുഖാരി സുഹീ മുസ്ലിമിനുണ്ട്. അന്നഹിയു വിരോധനയാകുന്നുണ്ട്. അനിൽ ഇസ്തിൻജായി മനോരിക്കേണ്ട തൊട്ട് വിരോധനമുണ്ട്. ബിൽ അളമി എല്ലുകൊണ്ട് മനോരിക്കേണ്ട തൊട്ട് വിരോധന വന്നിട്ടുണ്ട്. സാദ മുസ്ലിമുൻ, ഇതിപ്പോൾ സുഹീ ബുഖാരി രണ്ടിലും ഉണ്ട് എല്ല് പറ്റൂല എന്നല്ലോ. എന്നാൽ മുസ്ലിമിൽ ഈ എല്ല് പറ്റൂല എന്നുള്ള വിരോധനയുടെ പുറത്ത് ഏറുണ്ട് എന്തെന്ന് ഫൈന്നഹു ത്വാമു ഇഖ്വാനിക്കും എന്നും കൂടി ഉണ്ട്. ഫൈന്നഹു കാരണം എല്ലാകുന്നത് ത്വാമു ഇഖ്വാനിക്കും, നിങ്ങളെ സഹോദരന്മാരുടെ ഭക്ഷണമാണ്. യാനി ഇവിടെ സഹോദരന്മാരെന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിക്കുന്നത് അൽ ജിന്ന, ജിന്നിനെയാണ്. അവൻ ജിന്നിൻ്റെ ഫുഡാണ് ഇത്, അതുകൊണ്ട് പറ്റൂല എന്നാണ് പറഞ്ഞത്. അവൻ ജിന്നിൻ്റെ ഭക്ഷണം പറ്റില്ല എന്നായല്ലോ. തൂമുല്ലിൻസി, അപ്പോൾ സ്വന്തം വർഗമല്ലാതെ ജിന്നിൻ്റെ തന്നെ പറ്റൂലെങ്കിൽ സ്വന്തം വർഗമാകുന്ന മനുഷ്യൻ്റെ ഫുഡാകുന്ന ഭക്ഷണമാകുന്നത് കൽഹുബസി, റൊട്ടിയൊക്കെ പോരെ, അതൊക്കെ വെച്ചൊക്കെ എടുക്കും. അത് അവര പറ്റാതിരിക്കലും റൊട്ടേറ്റമാണ്. അപ്പോൾ ഇവകളെ തൊട്ടൊക്കെ കുറേ എണ്ണത്തിനടുത്ത് സൂക്ഷിച്ച് പറഞ്ഞല്ലോ. ഇതിനെ തൊട്ടൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഫലായുജിയു മതിയാകൂല, അൽ ഇസ്തിൻജാവു മനോരിക്കലും മതിയാകൂല. വിവാഹിദിൻ മിമ്മാ ദുക്കിറ, മേൽ പറയപ്പെട്ട അഥവാ പനനീർ വെള്ളം, ഉണക്കക്കാഷ്ടം, മിനുസുള്ള മുള, ഭക്ഷണം, എല്ല്, ഇതുകൊണ്ട് ഇതിൽപ്പെട്ട ഒന്നുകൊണ്ട് മനോരിക്കൽ മതിയാകൂല. വയാസിബിഹി, മനോരിക്കലുകൊണ്ട് കുറ്റക്കാരനുമാകും. ഫിൽ മുഹത്തറമി, ആദരിക്കപ്പെട്ട ഭക്ഷണം കൊണ്ടൊക്കെ മനോരിച്ചത്. മറ്റുള്ളതൊക്കെ മതിയാവില്ല എന്നേ ഉള്ളൂ. ഇവിടെ മതിയാവില്ല എന്ന് മാത്രമല്ല ചെയ്ത് കുറ്റക്കാരനാകുകയും കൂടി. കാരണം ഒരു ആദരവുള്ളതിൻ്റെ ആദരവ് കുറച്ച് ചിന്തലാണല്ലോ. വജിൽദുൻ ദുബിഹ, ഊറക്കിടപ്പെട്ടതായിരിക്കുന്ന തോലും കല്ലിൻ്റെ മാനയിലാണ്. പുല്ലു ജാമിദിന് ലത്ഫാണ്. അപ്പോൾ കല്ലിൻ്റെ മാനയിലാണ് മുഹ്തറമല്ലാത്ത ഖാലിയായ താഹിറായ എല്ലാ ജാമിദും എന്ന പോലെ തോലും കല്ലിൻ്റെ മാന, അതും പറ്റും. എങ്ങനത്തെ തോലാണ്? ദുബിഹ, അവന് ഊറക്കിടപ്പെട്ടു. ദൂന ഖൈരിഹി, ഊറക്കിട്ടത് അല്ലാത്തതിനെ കൂടെ, അല്ലാത്തത് പറ്റൂല. ഫിൽ അദ്ഹരി, അദ്ഹർ പ്രകാരം. ഈ ഫിൽ അദ്ഹരി എന്നുള്ളത് ഫീഹിമ രണ്ടിടത്തിലേക്കുമാണ്. അതായത് ഊറക്കിടപ്പെട്ട തോല് പറ്റുമെന്നതിലേക്കും
ഊറക്കിടാത്തത് പറ്റൂല എന്ന് രണ്ടിലും അദ്ഹറുണ്ട്. അപ്പോൾ വജുഹുൽ ഇജ്സായി എന്നാൽ മതിയാകും ഫിൽ മദ്ബൂഖി ഊറക്കിട്ടയിലും പെട്ട തോല് മതിയാവുന്നതാണല്ലോ അദ്ഹർ. ആ അദ്ഹറിൻ്റെ ന്യായമാകുന്നത് അന്നഹു നിശ്ചയമായിട്ടും ഈ തോലാകുന്നത് ഇന്തകല നീങ്ങിക്കഴിഞ്ഞു, മാറിക്കഴിഞ്ഞു, ബിദ്ദബഹി ഊറക്കിട്ട കാരണം കൊണ്ട് നീങ്ങിക്കഴിഞ്ഞു. എന്തിനെ തൊട്ട്? അന്തബയിൽ ലുഹൂമി മാംസത്തിൻ്റെ സിഫത്തിനെ തൊട്ട്, അതിൻ്റെ ആ പ്രകൃതിയെ തൊട്ട്. പറഞ്ഞാൽ മാംസാകുമ്പോൾ തൊഴാമായിരുന്നു. അവൻ തൊഴാമാകുക എന്നുള്ള ആ തബയിനെ തൊട്ട് അത് നീങ്ങിക്കഴിഞ്ഞു. എങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു? ഇലാ തബൈസിയാബി വസ്ത്രങ്ങൾ എന്നുള്ള തബയിലേക്ക് നീങ്ങി. പിന്നെ ഇനി വസ്ത്രത്തിൻ്റെ സ്ഥാനമാണ്. വസ്ത്രമാണെങ്കിലും പറ്റുകയും ചെയ്യല്ലോ, അതാണ് കാരണം. അപ്പോൾ മുക്കാബിൽ എന്നാൽ അവിടെ ഊറക്കിട്ട തോല് പറ്റൂല എന്നാണല്ലോ അദ്ഹറിൻ്റെ മുക്കാബില. ആ മുക്കാബില യഖൂലു ഒരു പറ്റാതിരിക്കാൻ കാരണം പറയുന്നതെന്ന് ഹുവമിൻ ജിൻസി മായൂക്കരു ഈ തോല് എന്നുള്ളത് മീൻസ് തിന്നപ്പെടുന്നതിൻ്റെ ഐറ്റല്ലേ, ഊറക്കിടാത്ത തിന്നല്ല. അപ്പോൾ തിന്നുന്നൊരു ഐറ്റല്ലേ, ഇതിങ്ങനെ പണികൊണ്ട് തിന്നാൻ പറ്റാന്നല്ലോ എന്നാ. അപ്പോൾ വജുഹു അതുമില്ല ജിസായി എന്നാൽ ഒരിക്കലും മതിയാവില്ല എന്നുള്ളതിൻ്റെ ന്യായം എവിടെ മതിയാവില്ല? ഫി ഖൈരിൽ മദ്ബൂഖി ഊറക്കിടാത്ത തോല് മതിയാവില്ല എന്നാണല്ലോ അദ്ഹർ. അതിൻ്റെ ഞാൻ എന്താ? അന്വനിശ്ചയം ഊറക്കിടാത്ത തോലാകുന്നത് മത്തൂമിന് ഭക്ഷണമാണ് എന്നുള്ളതാണ് ഇതിന് കാരണം. ഇപ്പോൾ മുക്കാബിലു എന്നാൽ അവിടുത്തെ അദ്ഹറിൻ്റെ മുക്കാബില അഥവാ ഊറക്കിടാത്തതും പറ്റും എന്ന് പറഞ്ഞതായിരിക്കുന്ന കൗലുകാർ യഖൂലു പോലെ ന്യായം പറയണെന്തെന്ന് ഉവയുഖദ്ദൂ തോല് എന്നുള്ള കഷ്ണിക്കപ്പെടുന്ന സാധനമാണല്ലോ. ഫയുൽഹഖു ബിസ്സിയാബി അവൻ വസ്ത്രത്തിലൂടെ ഖിയാസാക്കപ്പെട്ട വസ്ത്രം ഇങ്ങനെ കഷ്ണിക്കപ്പെടുന്നതല്ലേ എന്നാണ് ന്യായം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.